ഇടി കുഞ്ഞോളെ ദേണ്ടടി അവൻ വരുന്നടി. ഇടി എടുത്തോണ്ട് പോടി ജൂലെല്ലാം കൂടി എടുത്തോണ്ട്. അയ്യോ നീ ആളാകെ മാറിപ്പോയല്ലോടാ. സത്യം പറഞ്ഞ നിന്നെ ഇപ്പൊ കണ്ടാവുണ്ടല്ലോ. ഹിന്ദി സിനിമ ഒരു നടനുണ്ടല്ലോ, ആരാത്? ജൂനിയർ ഇന്ത്യർ ആയിരിക്കും. അത് ഹിന്ദിയല്ലോ, അനുപങ്കേറിന്റെ പോലെ ഉണ്ട്. അതെ പെട്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. പിന്നെ അപ്പച്ചേക്ക് എന്തി? അപ്പച്ചേക്ക് ഉണ്ട്. അയ്യോ എന്തോരോ സാധനങ്ങളാണ് നീ കൊണ്ടുവന്നേക്കുന്നത്. കൊള്ളാം. നിങ്ങളെ കാണാൻ വരുമ്പോ വെറും കൈയോടെ സാധനങ്ങളാ. അപ്പച്ചി ഉണ്ടല്ലോ. നിങ്ങൾ താഴെ വീണാലാ പെട്ടി താഴെ വീഴരുത്. എന്റെ കൊച്ചു കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാ. അയ്യോ കൊണ്ടുവരുന്ന പാട എനിക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. എന്തായാലും മക്കളെ സോഡ ഇല്ലെങ്കിലും പേടിക്കണ്ട, വെള്ളം കോരി ഒഴിച്ച് കുടിക്കാം. നാണം കിട്ട മനുഷ്യൻ. പതുക്കടക്കട പതുക്കടക്ക്. ഓ തണുത്ത വെള്ളം നോക്കി വിളിക്കാതെ പിടിച്ചിറക്കണി. സൂക്ഷിച്ച്. അയ്യോ എന്നാലും ഇത്രയും വെയിറ്റും കൊണ്ട് നീ എങ്ങനെ ഇതുവരെ വന്നടാ? അച്ഛനമ്മയെ സൂചിപ്പിച്ച് വീണ്ടും ഇവിടെ കേറിക്കൂടാനുള്ള അടവാ ചേച്ചി ഇത്. സമ്മതിക്കണം നിന്നെ. അതൊന്നും അല്ല മോളെ, അവന്റെ വരവിന്റെ ഉദ്ദേശം ഈ കല്യാണം മുടക്കണം, അതാ. ആണോ? അങ്ങനെയാണിപ്പോ നമ്മൾ എന്ത് ചേച്ചി? എന്ത് ചെയ്യാൻ? നമ്മുടെ കൂടെ ബാലമാമിയും അക്കുച്ചേട്ടനും അരവിന്ദേട്ടനും, എന്തിന് അമ്മായി പോലും നമ്മുടെ കൂടെ ഇല്ലേ? പിന്നെ നമ്മളിതിനെ പേടിക്കുന്നത്? അല്ല ചിറ്റപ്പാ അപ്പച്ചി, നിങ്ങൾ എന്തിനാ വെറുതെ വെള്ളക്കെട്ടി വന്ന് നടക്കുന്നേ? ഞാനിവിടെ 2 വീട് മേടിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങോട്ട് വന്നാ പോരെ? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അവിടെ നിൽക്കാലോ. അതൊന്നും പറഞ്ഞ ഇവിടെ ആരും കേക്കത്തില്ലല്ലോ. ഈ മഴ ഇങ്ങനെ തന്നെ നിന്നാ കഴിഞ്ഞ കൊല്ലത്തെ പോലെ സ്കൂളിന്റെ വരാന്തേ പോയി പട്ടിയുടെയും പൂച്ചയുടെ ഒപ്പം കയറി കിടന്നുറങ്ങാം. അതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. നിങ്ങൾ അങ്ങോട്ട് പോരെ. ദാ ഇതപ്പച്ചിക്ക്. എനിക്കോ? ആണ്. അയ്യോ ബോംബെ കൊണ്ടുവന്നാണോടാ? അല്ലടി അവിടെ നിന്ന് നടന്നു വന്നത്. എന്തോടെ ഇത് കിട്ടുന്ന മേടിക്കണമെന്നല്ലാതെ കൊണ്ടുവന്നാണോ നടന്നു വന്നാണോ? ഓ മോനെ പോ മനുഷ്യ. നല്ല സെലക്ഷൻ. ഇത് ചിറ്റപ്പന് എന്റെ വക. അതിന്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നു. എന്തൊരു സ്നേഹമുള്ള മരുമോൻ. ശരിക്കും നീയാണോ മരുമോൻ? അല്ല അപ്പച്ചി, ചാരും കിലണൊക്കെ എന്തി? അവരെ കണ്ടില്ലല്ലോ. നീ വരുന്ന കണ്ടിട്ടെ മുറിക്കകത്ത് കഥ അടച്ചിരിക്കുക. അവരെന്ന് വിളിക്കാവോ? എന്തിനാടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ? അവര് വിളിച്ചാലും വരുമൊന്നുമില്ല. ഇനി നിനക്കെന്തെങ്കിലും കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് അപ്പച്ചെടുത്ത് തന്നോ, ഞാൻ സൗകര്യം പോലെ കൊടുത്തോളാം. അത് വേണ്ട, അത് ശരിയാവത്തില്ല. ഞാനേ അവരൊന്ന് കണ്ടിട്ട് വരാം. ഏത് മുറിയിലെ അപ്പച്ചി? അവിടെ. ആ മോനെ സൂക്ഷിച്ചു പോണേ. അവിടെ വല്ലതൊക്കെ വിളിച്ചു പറയും. പോ. ചാരു, ചാരു, ഞാനാ ബാബുക്കുട്ടനായിരുന്നു. വാതിലൊന്ന് തുറക്കാവോ? ഒരു കാര്യം പറയാനായിരുന്നു. ചാരു. ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു, പിന്നെ എന്തിനാ ഇങ്ങനെ കയറി വരുന്നേ? മോളെ കല്യാണി, ഞാൻ വന്നത് വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ടല്ല. പിന്നെന്തിനാ നിങ്ങൾ വന്നേ? എന്തിനാ വന്നേന്ന്? ചാരു, ഞാൻ 3-4 ദിവസം ജയിലിൽ കിടന്നു. അത് എല്ലാവരുടെ പോലീസിന്റെ അന്വേഷണത്തെ വഴിതെറ്റിച്ചതുകൊണ്ടാ. അതൊരു ടാറ്റുവിന്റെ പേരിൽ. ഇതേ ടാറ്റു എത്രയോ പേര് ചെയ്തിട്ടുണ്ടാവും. ഇത് ഞാൻ ഡിസൈൻ ചെയ്ത ടാറ്റു ഒന്നും അല്ലല്ലോ ചാരു. അത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് കുറേ ടാറ്റു ഡിസൈൻ കാണിച്ചു തന്നു. അത് ഞാൻ ചെയ്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അത് ഇത്ര വലിയ പണിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, അത് ശരിയാ. ഇപ്പൊ ഒരേ കളറിലും ഡിസൈനിലുള്ള സാരിയും ചുരിദാറും ഒക്കെ ഉള്ളതല്ലേ.
നീയും കുറെ വിൽക്കുന്നല്ലേ, നിനക്കറിയാലോ. അതുപോലൊക്കെ തന്നെ ഉള്ളതും. ചിറ്റ ന്യായീകരിക്കണ്ട. കൈയുടെ സൈസ് അനുസരിച്ച് ടാറ്റുവിന്റെ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ടാറ്റുവിന്റെ ഡിസൈൻ അല്ല, വലിപ്പമാണ് ശ്രദ്ധിച്ചത്. രഞ്ജനിയുടെ മാല പൊട്ടിച്ചപ്പോഴും ഞാൻ കണ്ടത് ഇതേ വലിപ്പമുള്ള ടാറ്റുവാ. നീ കള്ളനാ ബാബുക്കുട്ടാ. നീ ആവശ്യമില്ലാത്ത കള്ള തെളിവുകൾ ഉണ്ടാക്കി പോലീസുകാരെ കൊണ്ട് ചെക്കനെ അകത്താക്കി. എന്നിട്ട് അവര് ചെറുക്കനെ കോടതി കൊണ്ടുവന്നപ്പോ അവരെന്തോ പറഞ്ഞേ? ജഡ്ജിത്ത് എന്തോ പറഞ്ഞു? എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്ത് ഒരു ടാറ്റു അല്ലേ ഇറങ്ങുന്നത്, ഒരേപോലത്തെ ആയിരക്കണക്കിന് ടാറ്റു ആണ്. അവളുടെ ഒരു ടാറ്റു അവസാനം കോടതി അവൻ നിരപരാധിയാണെന്നുണ്ട് വെറുതെ വിട്ടു. എന്നിട്ട് കൊണ്ട് ഇറങ്ങിയേക്കുന്ന ഒരു ടാറ്റു ടാറ്റു ടാറ്റു. ചിറ്റപ്പ മതി. അപ്പച്ചി, ഒരു 5-8 പവൻ സ്വർണത്തിന് എന്ത് വില വരും? പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. അത് ഒരു 6-7 ലക്ഷം രൂപയൊക്കെ വരും. കൂടി പോയ ഒരു 8 ലക്ഷം രൂപ, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പാർട്ട്ണറായിട്ടുള്ള എൻ്റെ കമ്പനി ഇവിടെ മുല്ലയ്ക്കല് ഒരു 65 സെന്റ് സ്ഥലം മേടിച്ചു. അതിന് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അതിന് ഞാൻ കൊടുത്തത് 1,20,00,000 രൂപയാ. ഞാൻ എന്തിനാ അപ്പച്ചി ചാരു ഈ ബൈക്ക് എടുത്ത് മാല പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങുന്നേ? എടി, അവനിപ്പോ ഒരു കേസ് കൊടുത്താണ്ടല്ലോ, നീ അകത്താ. ആവശ്യമില്ലാത്ത തെളിവുണ്ടാക്കി കള്ളക്കേസ് കൊടുത്തതിന്. നീ മാത്രമല്ല, നീയും നിന്റെ മാമനും നിനക്ക് കൂട്ടിരുന്ന പോലീസുകാർ പലതവണ ഞാൻ പറഞ്ഞതാ കൊടുക്കാൻ. അപ്പൊ അവനൊരു പാവമായതുകൊണ്ട് പറഞ്ഞ് വേണ്ട ഇറ്റപ്പാ, നമുക്ക് കൊടുക്കണ്ടെന്നു. വേറെ വല്ലവരാണെങ്കിണ്ടല്ലോ അപ്പ കേസ് കൊടുത്തേനെ. ഒന്നും വേണ്ട, വെറുതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി അങ്ങ് കൊടുത്താ മതി. നീ അകത്താ. നീ നിന്റെ മാമനും കൂടെ അകത്തിരുന്ന് ഉണ്ടാ നിന്നെ ഉണ്ട. അല്ല പിന്നെ എന്നിട്ടോ അവൻ നിക്കുക. എന്തുകൊണ്ടാ? അവർ പാവമായതുകൊണ്ട്. ബോംബെ നിന്ന് വന്നപ്പോ എന്തൊക്കെയോ കുറച്ച് സാധനം കൊണ്ടുവന്ന് സ്നേഹത്തോടെ കൊടുക്കാന്ന് വെച്ചപ്പോ അവർക്ക് അഹങ്കാരം. നീ കൊടുക്കണ്ട. നീ ഒരു കാര്യം ചെയ്, അതുമല്ല അനാഥാലയത്തിലും കൊടുക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ഇതുമല്ല കായലിലോട്ട് വലിച്ചെറിയും. എവക്കൊന്നും കൊടുക്കാൻ വേണ്ട. അല്ലോ പിന്നെ ചിറ്റപ്പാ മതി, നിർത്ത്. ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. ചിറ്റപ്പ അങ്ങോട്ട് ഇല്ലേ? ഞാൻ സംസാരിക്കട്ടെ. കുഞ്ഞോളെ വാടി. കുളം വന്ന രണ്ടിടത്തിന് ഭരിച്ചു കഴിക്കാൻ. ചാരു, ഇതൊരു ചുരി ബോട്ടം സെറ്റാ. ഇത് ഞാൻ ചാരുവിന്റെ ഫോട്ടോ കാണിച്ച് പ്രത്യേകം തയ്പ്പിച്ചതാ. എനിക്ക് നിന്റെ ഒരു സാധനവും വേണ്ട, നിന്നെ കാണുകയും വേണ്ട. ചാരു, നമ്മുടെ മോതിരന്മാരിൽ വരെ എത്തിയതാ. പിന്നീട് അങ്ങോട്ട് കല്യാണത്തെക്കുറിച്ചുള്ള സ്വപ്നം മാത്രമായിരുന്നു എനിക്ക്. നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതി. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ പോയതും ബൈക്കിൽ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴും അന്നേരമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ നീ എന്നെ ചീറ്റ് ചെയ്യണമെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എനിക്കിതിനോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ മനസ്സിൽ ചെറിയ വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. നീയും അരവിന്ദനും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അതിന് എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ദേ, നിങ്ങൾക്ക് 2 പേർക്കും. പിന്നെ ഞാൻ എന്തായാലും കള്ളനല്ലെന്ന് നിന്റെ മുന്നിൽ തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. അതുവരെ ബിസിനസ്സൊക്കെ ആയിട്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നിന്റെ കയ്യിലെ ടാറ്റു പോലെ തന്നെ എന്റെ മനസ്സിൽ പതിഞ്ഞതാ നീ കള്ളനാണെന്ന്. അതിനി എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും മായാൻ പോകുന്നില്ല. ഞാൻ നിന്നെ വിശ്വസിക്കാനും പോകുന്നില്ല. ഓക്കെ, ഈ ഡ്രസ്സേ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. എന്തായാലും ഞാനിത് തിരിച്ചു കൊണ്ടുപോകുന്നില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ ഞാനിത് കായലിലും എറിയുന്നില്ല. ഞാനിത് അവിടെ വെച്ചേക്കാം. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കത്തിച്ച് കളയുവോ കായലിലെറിയുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി.